ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശൻ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. എന്തായാലും വെല്ലുവിളികൾക്കൊന്നും യാതൊരു തരത്തിലുള്ള കുറവുമില്ല. അവരോട് പറയുന്നുണ്ട്, ഒരു ഭാഗത്ത് തന്നെ എപ്പോഴും തോൽവി ഉണ്ടാകില്ല, നോക്കിക്കോ, എന്തായാലും ഞാൻ ജയിക്കും, ഞാൻ പുറത്തുണ്ടല്ലോ, നിങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടാണ് അവിടെ നിന്ന് നമ്മുടെ പ്രകാശൻ പോകുന്നത്. അതേ സമയത്ത് ദീപ ഭാനുമതി അമ്മയോട് പറയുന്നുണ്ട്, ഇയാൾ നന്നാവില്ല അമ്മ എന്ന് പറയുമ്പോൾ അവൻ നന്നാവണ്ട, അവിടെ കിടക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ വക്കീൽ അവിടെ നിൽക്കുന്നുണ്ടാവും. കിരൺ വക്കീലിനോട് നന്ദിയുണ്ടെന്നൊക്കെ പറയാണ്. അപ്പൊ എന്തിനാണ് നന്ദിയൊക്കെ? നന്ദിയൊന്നും ആവശ്യമില്ല. ഈ കാർത്തിക എന്ന് പറയുന്നത് എൻ്റെ മോളുടെ സ്ഥാനത്താണ്, അതുകൊണ്ട് തന്നെ പിന്നെ പ്രത്യേകിച്ച് വലിയ റിസ്ക് ഒന്നും എടുക്കേണ്ടി വന്നില്ല. അവൻ്റെ അമ്മയും അമ്മൂമ്മയും തന്നെ അവനെതിരെ സാക്ഷി പറഞ്ഞില്ലേ, പിന്നെ അതിലൊന്നും പ്രശ്നമില്ല എന്നിങ്ങനെ നമ്മുടെ വക്കീല് പറഞ്ഞിട്ട്, എന്നാ പോട്ടെ, പിന്നെ ലക്ഷ്മിയമ്മ വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല, ലക്ഷ്മിയമ്മ അറിഞ്ഞു കഴിഞ്ഞാലും അതൊരു വേദനയായിരിക്കും എന്നും പറഞ്ഞിട്ടാണ് വക്കീൽ അവിടെ നിന്നും പോകുന്നത്. പിന്നീട് നമ്മുടെ കാർത്തികയെ കാണിക്കുകയാണ്. കാർത്തികയുടെ അരികിൽ നഴ്സ് നിൽക്കുന്നുണ്ട്. എന്തായാലും കാർത്തിക നല്ല ടെൻഷനിലാണ്. ആ സമയത്താണ് കല്യാണിയും കിരൺ അവിടേക്ക് എത്തുന്നത്. എന്തായി എന്ന് കാർത്തിക ആകാംക്ഷയോട് കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, എന്താവാൻ, അവനെ ജയിലിലേക്ക് അയച്ചു, 14 ദിവസത്തെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും അടുത്ത കോടതി കൂടുമ്പോഴും അവൻ പുറത്തിറങ്ങാൻ പറ്റില്ല. അവൻ്റെ അമ്മയും അമ്മൂമ്മയും തന്നെയാണ് അവനെതിരെ സാക്ഷി പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ എന്തായാലും നിങ്ങൾ സൂക്ഷിക്കണം. എന്തായാലും കിരണിന്റെ അച്ഛന്റെ കൂട്ടുകാരനാണല്ലോ അവിടെയുള്ള ജയിൽ സൂപ്രണ്ട്, അയാളോട് വിവരങ്ങളൊക്കെ പറയണം. ഈ ഗംഗ എന്ന് പറയുന്ന 2 പ്രാവശ്യം മുൻപ് ജയിലിൽ ചാടിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ അച്ഛൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പോലീസുകാർക്കും അവർക്ക് സൂപ്രണ്ടിനൊക്കെ അവന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ അവനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തോളും, ശ്രദ്ധ കൂടുതലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്തായാലും ലക്ഷ്മി അമ്മ വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, 2-3 പ്രാവശ്യം വിളിച്ചായിരുന്നു, ഞാൻ ഫോൺ എടുത്തില്ല, ഞാൻ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അമ്മയ്ക്ക് വല്ലാത്ത വിഷമാവും, അമ്മയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അസുഖങ്ങൾ ഉള്ളതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കല്യാണി പറയാണ്, എന്നെയും വിളിച്ചായിരുന്നു, ബിസിനസിന്റെ കാര്യത്തിനൊക്കെ വേണ്ടി നടക്കുകയാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങോട്ട് വരട്ടെ, വന്നിട്ട് സമാധാനത്തോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയുള്ളൂ എന്നിങ്ങനെ കാർത്തികയോടായിട്ട് നമ്മുടെ കല്യാണി പറയുകയാണ്. അപ്പോൾ അവരെ സൂക്ഷിക്കണം എന്തായാലും. ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് അത്ര വലിയ പേടിയൊന്നും തോന്നുന്നില്ല എന്ന് കാർത്തിക പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ബാലനെയാണ്. അപ്പോൾ ബാലൻ അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പ്രകാശനും നടന്നു പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഗംഗപ്രസാദിനെയാണ്. ഗംഗപ്രസാദ് ജയിലിൽ അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടേക്ക് വിക്രം വരുന്നുണ്ട്. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, ദേടാ നിനക്കൊരു കൂട്ടായിട്ട് ഒരാളും കൂടിയായി എന്ന് പറയുമ്പോൾ ഗംഗ എഴുന്നേറ്റിട്ട്, വിക്രം നീയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാരൻ ചോദിക്കാൻ, അത് ശരി, നിങ്ങൾ നേരത്തെ അറിയായിരുന്നോ? ഞാൻ നിനക്കൊരു ഏകദേശം നിന്റെ സ്വഭാവമുള്ള ഒരുത്തൻ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തായാലും നിനക്ക് ഒന്നിനൊന്നായില്ല, അപ്പൊ നീ ഒരുത്തിൽ തന്നെ കിടക്ക് എന്നും പറഞ്ഞിട്ട് പോലീസുകാരൻ സെല്ലൊക്കെ തുറന്ന് അവനെ അകത്താക്കിയിട്ട് അതൊക്കെ പൂട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ എന്താ വിക്രം സംഭവിച്ചത്, എന്താ നിനക്ക് ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ ഏട്ടൻ്റെ പെങ്ങളുണ്ടല്ലോ, അവളെ ഞാൻ തലയ്ക്കടിച്ചു, പക്ഷേ രാത്രിയാണ് ചെയ്തത്, രക്തം വാർന്ന് മരിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ അപ്പോഴേക്കും ആ കല്യാണിയും കിരണും വന്ന് രക്ഷപ്പെടുത്തി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? എന്തായാലും കിരൺ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടും ഗംഗ എന്താ അങ്ങനെ ചോദിക്കുന്നതെന്നൊന്നും അറിയില്ല. എന്തായാലും അതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ അവിടെ കരഞ്ഞു നിൽക്കുകയായിരുന്നു എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത്. എൻ്റെ അമ്മയും എന്ന് പറയുന്ന സ്ത്രീയും അമ്മൂമ്മയൊക്കെയാണ് എനിക്കെതിരെ സാക്ഷി പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ശിക്ഷ കിട്ടും. ഇനി എന്തായാലും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ ഗംഗേട്ടൻ ചെയ്തത് ഒരു അബദ്ധമായിപ്പോയി. ആദ്യം പരിചയപ്പെട്ട നാളിലും കിരണിന്റെ തലക്കടിക്കുകയും എന്നിട്ട് രക്ഷകനായി അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തില്ല. അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പം തന്നെ അങ്ങ് തീർത്താൽ മതിയായിരുന്നു. അപ്പോൾ കിരൺ എന്ന് പറയുന്നവൻ എൻ്റെ ശരീരം ഇടിച്ച് തകർത്തായിരുന്നു എന്ന് വിക്രം പറയുമ്പോഴും, അതെ, അവൻ്റെ ഇടി സഹിക്കാൻ പറ്റില്ല, പോലീസുകാരെക്കാളും ഇടി കൂടുതലാണ്, എനിക്കും കുറെ കിട്ടിയായിരുന്നു എന്ന് ഗംഗ പറയുന്നു. അവനെ കളരിപ്പയറ്റ് മാത്രമല്ല, കരാട്ടെ എല്ലാം അതുകൊണ്ട് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ഇടിച്ച് ചതയ്ക്കുന്നത്. അപ്പോൾ ഇവന്റെ കരുത്തിനെ പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയാഞ്ഞത്, അവൻ തളർന്നു കിടക്കാണല്ലോ, അതുകൊണ്ടാണെന്നൊക്കെ വിക്രം പറയുമ്പോൾ, അതെ, അത് തന്നെയാണ് എനിക്കും പറ്റിയ പാളിച്ച്, അവൻ തളർന്നു കിടക്കുകയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇതിനു മുൻപ് 2-3 പ്രാവശ്യം അവനെ വിശ്വസിച്ച സമയത്ത് ഞാൻ അവൻ്റെ വീട്ടിലേക്ക് എത്തിയതാണ്. എന്നിട്ടും എൻ്റെ കയ്യിൽ അന്ന് കടാരയുണ്ടായിരുന്നു, പക്ഷെ അവൻ തളർന്നു കിടക്കുകയല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ അവനെ ഒന്നും ചെയ്യാത്തത്. അതിപ്പോൾ പ്രശ്നമായെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. എന്തായാലും നീ സമാധാനപ്പെടെ, നമുക്ക് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് നമ്മുടെ ബാലനെ കാണിക്കുകയാണ്. അപ്പോൾ പ്രകാശൻ കോടതിയിൽ നിന്നൊക്കെ നല്ല വിഷമത്തിലൊക്കെ അങ്ങനെ പോവുകയാണ്.
അപ്പോൾ പ്രകാശ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. എവിടെ പ്രകാശം നിൽക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ ബാലൻ മുന്നിൽ വന്ന് നിന്നിട്ട് ചോദിക്കുകയാണ്, എന്താ പ്രകാശ ഞാൻ വിളിച്ചിട്ട് നിൽക്കാത്തത്, എന്താ നിനക്ക് പറ്റിയത്? അപ്പോൾ എൻ്റെ മകനെ ജയിലിലേക്ക് കൊണ്ടുപോയി എൻ്റെ സ്വന്തം അമ്മ തന്നെയാണ് അവനക്കെതിരെയും അവൻ്റെ അമ്മയൊക്കെയാണ് അവനക്കെതിരെയും സാക്ഷി പറഞ്ഞത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ആ കല്യാണി എന്ന് പറയുന്നവളാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ. അവളെ ഞാൻ ഇല്ലാതാക്കും, ഞാൻ പുറത്തുണ്ടെങ്കിൽ അവളെ ഞാൻ ഇല്ലാതാക്കും എന്നൊക്കെ പറയുമ്പോൾ ഇത് തന്നെയാണ് പ്രകാശ് നിന്റെ കുഴപ്പം. നീയേ അവളെയൊക്കെ എന്തിനാണ് കല്യാണി മോളെ ഇങ്ങനെയൊക്കെ കുറ്റം പറയുന്നത്? നിനക്ക് നന്നാവേണ്ട സമയം കഴിഞ്ഞില്ലേ? നീയേ ഞാനൊരു അഭിപ്രായം പറയട്ടെ, അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാലും നീ അവനെ കൊന്നു തൂക്കണം, അങ്ങനെയാണ് അവൻ്റെ സ്വഭാവം എന്നിങ്ങനെ പറയുമ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ വിളിച്ചപ്പോൾ നിൽക്കാതെ പോയത്. എനിക്കറിയാം നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാനാ എന്നെ വിളിക്കുന്നത് എന്നൊക്കെ പ്രകാശം പറഞ്ഞിട്ട് എന്തായാലും അങ്ങനെ പ്രകാശൻ അവിടെ നിന്ന് പോവുകയാണ്. അതേ സമയത്ത് ഭാനുമതി അമ്മയെയും കാണുന്നുണ്ട് ബാലൻ. അപ്പോൾ അമ്മ ഇത് എവിടേക്കാണെന്ന് ചോദിക്കുന്നുണ്ട്. കാർത്തിക മോൾ ആശുപത്രിയിലെ മോളെ ഒന്ന് കാണണമെന്ന് പറയാണ്. ഞാനിപ്പോൾ തന്നെ പ്രകാശിനെ കണ്ടായിരുന്നു, അപ്പോൾ അവൻ നല്ല വിഷമത്തിലാണ് എന്ന് പറയുമ്പോൾ അവൻ എന്താ പറയുന്നത് എന്ന് ഭാനുമതി അമ്മ ചോദിക്കുന്നുണ്ട്. അവൻ പറയുന്നത് കല്യാണിയെ കൊല്ലണം, കല്യാണിയെ ഇല്ലാതാക്കണം എന്നൊക്കെ തന്നെയാണ്. അവനൊരു മാറ്റവുമില്ല. അവൻ മാറിയില്ലെങ്കിൽ അവനെ മാറ്റാൻ എനിക്കറിയാം. അവൻ ഇനി ഒരാളെയും ഒന്നും ചെയ്യില്ല. അതിനുള്ള വേണ്ട എന്താണെന്ന് എനിക്കറിയാമെന്ന് ഭാനുമതി അമ്മ തീർച്ചപ്പെടുത്തി പറയുകയും ചെയ്യുന്നുണ്ട്. ഭാനുമതി അമ്മ നേരെ പോകുന്നത് നമ്മുടെ വിക്രത്തിന്റെ അരികിലേക്കാണ്. അങ്ങനെ വിക്രം കാണുമ്പോൾ തന്നെ ഭാനുമതി അമ്മ കണ്ണു തുറപ്പിച്ച് കാണിക്കുന്നുണ്ട്. ഓ നിങ്ങളായിരുന്നോ എന്ന് വിക്രം ചോദിക്കുകയാണ്. അതേടാ ഞാൻ തന്നെയാണ്. എന്തേ നീ ജയിലിൽ ആദ്യം വന്ന പോലെയല്ലല്ലോ, കോടതിയിൽ നിന്ന് വന്ന പോലെയല്ലല്ലോ, ഇപ്പോൾ നിന്നെ കാണാൻ ഇപ്പോൾ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയാണ്. അതെ ഞാൻ കോടതിയിൽ നിന്ന് ജയിലിൽ വന്ന ആദ്യ ദിവസം തന്നെ ഞാൻ ചോര ഛർദ്ദിച്ചായിരുന്നു. എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്നൊക്കെ ചെയ്തായിരുന്നു. പിന്നെ എല്ലാ ദിവസവും നാടമുട്ട അതെനിക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിനൊരു പുഷ്ടിമൊക്കെ തോന്നുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം ആ സമയത്ത് എടാ നിനക്ക് ഇതിൻ്റെയൊക്കെ വലിയ ആവശ്യമുണ്ടായിരുന്നു? നിനക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ നീ ഓരോ വീടുകളിൽ കയറി കക്കുന്നതും അതുപോലെ തലക്കടിക്കുന്നതും? നിനക്ക് സുഖസുന്ദരമായൊരു ജീവിതം ഉണ്ടായിരുന്നില്ല? ആ സോണിയുടെ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ നിനക്ക് പണിയെടുക്കാതെ സുഖമായിട്ട് ജീവിക്കായിരുന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, എനിക്ക് ഒരാളുടെ ഔദാര്യവും വേണ്ട, എനിക്ക് ആരുടെ ഔദാര്യത്തിലും ജീവിക്കുകയും വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പം ആ സമയത്ത് അതേടാ ആരുടെ ഔദാര്യത്തിലും ജീവിക്കേണ്ട, നിനക്ക് 2 പെങ്ങന്മാരുണ്ട്, അവരെയൊക്കെ നീ സ്നേഹിച്ചിരുന്ന നിനക്ക് ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു എന്ന് പറയുമ്പോൾ വിക്രം പറയാണ്, അതെ ഞാൻ ആ കല്യാണി എന്ന് പറയുന്നവളുണ്ടല്ലോ അവളെ ഞാൻ കൊല്ലും, ഞാൻ ഇതിൽ നിന്ന് പുറത്തിറങ്ങി അവളെ ഞാൻ കൊല്ലും. പിന്നെ എൻ്റെ 2 പെങ്ങന്മാരെ ഞാൻ കൊല്ലും. കാദംബരി എന്ന് പറയുന്നവള് പിന്നെ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഉപദ്രവം ചെയ്യുന്നില്ല, അവളുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് അവരവരുടെ പക്ഷത്താണെങ്കിലും അവളെ ഞാൻ വെറുതെ വിട്ടിരിക്കുകയാണ് എന്നിങ്ങനെ നമ്മുടെ വിക്രം പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്തായാലും തള്ളേ നിങ്ങളൊക്കെ സുഖമായിട്ട് ജീവിക്കുക അവരുടെ കൂടെ. എനിക്കിനി ഒന്നും നോക്കാനില്ല, എനിക്ക് പേടിയുമില്ല, ഒന്നുമില്ല. എനിക്കിനി ജയിലും കുഴപ്പമില്ല, തൂക്കുകയറും കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. ഞാനെങ്ങാനും പുറത്തിറങ്ങിയാൽ അവരെ കൊന്നിരിക്കും. പിന്നെ എൻ്റെ അച്ഛൻ എന്ന് പറയുന്നവരുണ്ടല്ലോ അത് ഈ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. 4-5 അറ്റാക്ക് വന്നെങ്കിലും ഒരു കുഴപ്പമില്ല. അച്ഛൻ എന്തായാലും എനിക്കൊരു സന്തോഷ വാർത്ത അറിയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഭാനുമതി അമ്മ പറയുന്നു, ഇല്ലടാ ഒരു സന്തോഷ വാർത്ത നിനക്ക് ഞാൻ സമ്മതിക്കില്ലെന്ന് മനസ്സിൽ കരുതുന്നുണ്ട്. അപ്പോൾ ഭാനുമതി അമ്മ പറയാണ്, അതെ നിന്റെ അച്ഛൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ അയാളെ ഒരിടി മുഴുവനായിട്ട് ഇടിക്കണ്ട, അപ്പോഴേക്കും അയാൾ ചാവും. അയാൾ നേരെ നിന്റെ അരികിലേക്ക് ജയിലിലേക്കോ തൂക്കുകയറോ ഒന്നും ആയിരിക്കില്ല, നേരെ പോകുന്നത് മുകളിലോട്ടായിരിക്കും, റോക്കറ്റ് പോലെ പോകും എന്നിങ്ങനെ ഭാനുമതി അമ്മ പറയാണ്. ഇതൊക്കെ പറയാനാണ് തള്ള നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലടാ ഞാൻ ഇത് പറയാനല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കാണ്. നിനക്ക് എന്തായാലും തിരിച്ചടി മാത്രമാണ് ഉണ്ടാവാൻ പോകുന്നത്. നീ ഇവിടുന്ന് പുറത്തിറങ്ങിയാലും നിനക്ക് വിലസാനൊന്നും പറ്റില്ല. നിന്റെ ജീവിതം ഇതിൻ്റെ അകത്തോട്ടും കൂടാ, ജീവിതകാലം മുഴുവൻ നീ ഇതിൻ്റെ അകത്ത് തന്നെ ആയിപ്പോകും. ഭാനുമതി അമ്മ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവുകയാണ്. അപ്പോൾ ഭാനുമതി അമ്മ പോകുന്നതിന് ശേഷം വിക്രമാണെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടി തന്നെ ആ സെല്ലിൽ അങ്ങനെ മുറുക്കി പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്